ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒറ്റ ഉപയോഗത്തിൽ തന്നെ നിങ്ങളുടെ മുഖത്തിലുള്ള കറുത്ത പാടും കരിവാളിപ്പെല്ലാം മാറി മുഖം നല്ല നിറവും തിളക്കവും വരാൻ സഹായിക്കുന്ന ഒരു കിടിലൻ ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. നിങ്ങൾ ഈ വെയിലേറ്റിട്ട് വന്ന കരിവാളിപ്പ്, അതായത് സൺ ടാൻ നിങ്ങളുടെ മുഖത്തോ കഴുത്തിലോ കൈകളിലോ കാലുകളിലോ ഉണ്ടെങ്കിൽ ഇതൊറ്റ പ്രാവശ്യം ഒന്ന് ഇട്ടൊന്ന് കഴുകി നോക്ക്. പെട്ടെന്നുള്ളൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒറ്റ യൂസിലുള്ള റിസൾട്ടാണ് കേട്ടോ. അതിന് നമുക്ക് ആദ്യം തന്നെ ആവശ്യമായിട്ട് വരുന്നത് തൈരാണ്. തൈര് ഇതേപോലെ കട്ട തൈര് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ വെള്ളം പോലെയുള്ള പുളിപ്പുള്ള തൈര് എടുക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഫേസ് പാക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നേരം ആ ഒരു കട്ടി, നമുക്ക് ആ ഒരു തിക്നെസ് കിട്ടണമെങ്കിൽ കട്ട തൈര് തന്നെ എടുക്കണം. അതും പുളിപ്പില്ലാത്ത തൈരാണ് കേട്ടോ ഇത്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളം തേന് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല നാടൻ തേനുണ്ടെങ്കിൽ അതാണ് നല്ലത്. ചെറുതേനെല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ തേന് നമ്മുടെ മുഖം നല്ലോണം മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും വൈറ്റനിങ്ങിനും ഒക്കെ സഹായിക്കുന്ന ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് കൂടിയാണ് കേട്ടോ ഈ തേൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ചെറുനാരങ്ങ നീരാണ്. ചെറുനാരങ്ങ ഈ ഒരു ഹാഫ് ചെറുനാരങ്ങ ഫുള്ളിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു 3-4 തുള്ളി മാത്രം നമ്മൾ ആഡ് ചെയ്താൽ മതി. പിന്നെ ചെറുനാരങ്ങ ഫേസിൽ ആഡ് ചെയ്യാൻ പാടുണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ചെറുനാരങ്ങ ഒരിക്കലും ഡയറക്റ്റ് ഫേസിലേക്ക് എടുത്ത് ഉരക്കാൻ പാടില്ല. അപ്പോൾ സ്കിന്ന് ഡ്രൈ ആവാനും സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് അതൊരു ബേണിംഗ് സെൻസേഷൻ ഉണ്ടാക്കാനൊക്കെ കാരണമാവും. അപ്പോൾ ഇതുപോലെ ഫേസ് പാക്കുകളിലേക്ക് ആഡ് ചെയ്തതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് നമ്മൾ കറികളിൽ യൂസ് ചെയ്യുന്ന മഞ്ഞൾപ്പൊടിയല്ല. ഒന്നെങ്കിൽ നിങ്ങൾ കസ്തൂരി മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുക, അല്ലാന്നാണെങ്കിൽ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. ഒരിക്കലും നമ്മൾ ഈ മീൻകറിയെല്ലാം വെക്കുന്ന സമയത്തൊന്നും ഇടുന്ന ആ ഒരു മഞ്ഞൾപ്പൊടിയൊന്നും എടുത്തിട്ട് ഫേസ് പാക്കുകളിൽ ആഡ് ചെയ്തിട്ട് മുഖത്തൊന്നും തേക്കാൻ പാടില്ല. കാരണം നമ്മൾ ഫേസ് മുഖത്തേക്ക് ഇടുന്ന സാധനം ആയതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നേരം നമ്മുടെ ഈ സ്കിൻ കെയറിന് പറ്റിയ പ്രോഡക്റ്റ്സ് തന്നെ വാങ്ങി ഉപയോഗിക്കണം. ഇപ്പോൾ ഓൺലൈനിലെല്ലാം അവൈലബിൾ ആണ് എല്ലാ തരം പൊടികളും സ്കിൻ കെയറിന് പറ്റിയത്. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫേസിലേക്ക് 2 മിനിറ്റ് മസാജ് ചെയ്ത് തന്നെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. വെറുതെ ജസ്റ്റ് വാരി തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല എന്ന് ആരും പറയാൻ പാടില്ല. നിങ്ങൾ ഇത് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പം ഉറപ്പായും നിങ്ങളൊരു സർക്കുലർ മോഷനിൽ 2 മിനിറ്റ് ഇതേപോലെ ഒന്ന് മസാജ് കൊടുത്തിട്ട് വേണം നമ്മുടെ ഫേസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. കഴുത്തിലും ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊരു 20 മിനിറ്റ് വെച്ചതിന് ശേഷം സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയുക. ഇനി സാധാരണ വെള്ളത്തിൽ കഴുകുന്ന സമയത്ത് നിങ്ങൾ ഒരു ചെറിയൊരു മസാജ് കൊടുത്തിട്ട് വേണം കൈ കളയാൻ. ഒറ്റ ഉപയോഗത്തിൽ തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടുന്ന ഒരു കിടിലൻ ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണിത്. നിങ്ങൾക്ക് സൺ ടാന് മാറാൻ വേണ്ടിയിട്ടെല്ലാം സഹായിക്കും. നിങ്ങളിത് ആഴ്ചയിൽ വെറും 2 പ്രാവശ്യം ചെയ്യുമ്പം തന്നെ അടിപൊളി റിസൾട്ടാണ് കിട്ടുക. പെർമനൻ്റായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഗ്ലോ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഫേസ് പാക്ക് തയ്യാറാക്കിയിട്ട് നിങ്ങൾ തേച്ച് നോക്കുക. ഉറപ്പായിട്ട് നല്ല അടിപൊളി റിസൾട്ടായിരിക്കും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ നിന്ന് വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.